Welcome to Eastern Mathuram Payasarani, powered by Muthoot Finance and Ramraj Dhotis, Shirts and Vest, in association with Swayamvara Silks, Indira Dairy and Hantex. അങ്ങനെ കഴിഞ്ഞ 9 ദിവസമായിട്ട് നമ്മൾ പായസറാണി മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണം നമ്മൾ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. കൈരളിയുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പായസറാണി മത്സരം നടക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഇത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മത്സരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അറിയാനൊക്കെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? ഈ മത്സരാർത്ഥികളെല്ലാം നിങ്ങൾക്ക് നല്ല സുപരിചിതരായി കാണും. 36 കണ്ടസ്റ്റൻസിൽ നിന്നും അത് കുറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഫൈനൽ 6ലേക്ക് കടക്കുകയാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ ഇന്നത്തെ മത്സരവും വളരെ ഗംഭീരമായിരിക്കും. എന്നോടൊപ്പം ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമാകാൻ എല്ലാ ദിവസത്തെയും പോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിദ്ധ സിനിമാ താരം ശ്രീ കൃഷ്ണയും ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ നസീമ അലി മലപ്പുറം പുത്തനത്താണിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൈരളി ചാനലിൻ്റെ ഈ പായസറാണി മത്സരത്തിൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫൈനലിലേക്കുള്ള പായസം നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് അട ഇടാനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കാം. നമുക്ക് വെല്ലം ഒരുക്കാനായിട്ട് ഒരു പാത്രത്തിൽ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാം. സോക്ക് ചെയ്ത് വെച്ച അട നല്ല കുതിർന്ന് ആയി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റവ് ഓഫാക്കി ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അട ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കും. ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കും. അട ഇവിടെ ഏകദേശം വേവ് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നാം തേങ്ങൻ്റെ പാൽ ഇവിടെ എടുത്ത് വെച്ചത് ഇതിലേക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യാം. തേങ്ങൻ്റെ ഒന്നാം പാൽ ഞാൻ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ ഇവിടെയും ചോദിക്കുന്നു. അതായത് ഫൈനലിൽ എന്തായിരിക്കും ഞങ്ങൾ തരുന്ന വിഷയം എന്നാണ് വിചാരിച്ചത്? വിച്ച് പായസം? ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിചാരിച്ചിട്ടില്ല. ഫൈനലിൽ എത്തിയത് തന്നെ ഒരു ഭാഗ്യം. പിന്നെ അതിലേറെ ഭാഗ്യമാണ് ഫസ്റ്റ് തൊട്ടേ പറയണില്ലേ, ഈ വേദിയിൽ വന്ന് നിങ്ങളെ രണ്ടാളെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു സ്വപ്നം. എല്ലാം സമ്മതിച്ചു. പിന്നെ ഇനി എന്താ വേണ്ടത്? ഇത് സിമ്പിളായിട്ടാണോ നിങ്ങൾ? സിമ്പിള്. ഞാൻ മറ്റേ കട്ട് ചെയ്ത അടനേക്കാളും സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമ്മാനം ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലെന്താ വേണ്ടത്? ഈ പായസത്തിൽ 6 പേരും ഉണ്ടാക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ഫാക്ടറിൻ്റെ കറക്റ്റ് മധുരം, പിന്നെ അടൻ്റെ വേവ്, പിന്നെ അതിൻ്റെ തിക്ക്, കൺസിസ്റ്റൻസി, പിന്നെ ഏലക്കായൻ്റെ ഒക്കെ ആ ചൊവ മുന്നോട്ട് പായസത്തിൻ്റെ രുചി ഉണ്ടല്ലോ, അത് നോക്കുമ്പോൾ ഫസ്റ്റ് ആരാണ്. പക്ഷേ എന്താ ചെയ്യാ, നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് പറ്റും പോലെ എല്ലാം നസീമ മസാല തുടങ്ങി, നസീമ സ്വീറ്റ്സ് തുടങ്ങി, നസീമ പായസം കൗണ്ടറും തുടങ്ങി അല്ലേ നാട്ടിൽ പോയി കഴിഞ്ഞാൽ? അത് ഞാൻ ഉറപ്പിക്കണില്ല. മലപ്പുറത്തേര് അങ്ങനെ പായസത്തിനോട് ഇഷ്ടമില്ല. എല്ലാരും കൂടുതൽ ഈ ബിരിയാണി, ബീഫ്, സ്നാക്സ് ഐറ്റംസ് ഉള്ളത് പറയാമല്ലോ. പിന്നെ ഇതേപോലെ പായസം വിശേഷ ദിവസങ്ങൾ, അതും ഇപ്പൊ കുറെ കേക്ക് മേലായി തുടങ്ങി. അങ്ങനെയുണ്ടല്ലോ, ട്രെൻഡ് മാറി തുടങ്ങി. അപ്പോൾ ഇന്നിപ്പോ ഇവിടെ കഴിച്ച പായസം ഉണ്ടല്ലോ, ഒന്നും പറയാതെ ഒരു രക്ഷയില്ലാത്ത പായസം. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അങ്ങോട്ട് എത്തൂല തോന്നുന്നു. ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അട നന്നായി, അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിയും മുന്തിരിയും പുറത്ത് ഇട്ട പായസം റെഡി. ഒരു 2 സ്പൂണ് നെയ്യാണ് ഞാനിവിടെ വെക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ബാക്കി ചൂടുള്ള നെയ്യോട് കൂടി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൈരളി ചാനലിലെ ഓണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പായസറാണി മത്സരത്തിൽ ഞാൻ ഫൈനലിലെത്തി.
ഇന്ന് ലാസ്റ്റ് ഫൈനലിൽ തന്നിട്ടുള്ളത് അടപ്രഥമൻ പായസം തയ്യാറാക്കാനാണ്. ഞാനിവിടെ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ജഡ്ജ്മെൻറ്റ് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് തരട്ടെ, കാത്തിരിക്കുകയാണ്. ഞാൻ രജനി സുജിത്ത് തലശ്ശേരി. ഞാൻ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലയിൽ എനിക്ക് പായസത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടക്ക് കുറച്ച് വെള്ളം വെക്കാം. ഇത് നമുക്ക് അട കുതിർത്തി വെക്കാം, 10 മിനിറ്റ് കുതിർത്തി വെക്കാം, ചൂടാക്കിക്കണം. നമുക്ക് വെള്ളം ഒരുക്കാൻ വെക്കാം. നമുക്ക് പാൽപ്പൊടി കലക്കി വെക്കാം. നമ്മൾ വെള്ളം ഒരുക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു വെക്കാം. ഇതിലേക്ക് നമ്മൾക്ക് വേവിച്ച് ഊറ്റി വെച്ച അട ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾക്ക് കുറച്ച് വെന്ത ശേഷം ശർക്കര പാനി ഒഴിക്കണം, പിന്നെ ഏലക്കാപ്പൊടിയും ചേർക്കണം. നമ്മൾ അടപ്രഥമൻ ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 പാല് ചേർക്കാം. നമ്മളെ പായസം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയിടാം. ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല. പായസമൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്ട്രോങ് പോയിന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ പായസം മേക്കിങ്? ഇത്രയും ഒരു ഈസി പായസം കിട്ടുമെന്ന് വിചാരിച്ചു? നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നവർ പറഞ്ഞു നമുക്ക് കിട്ടണത് ചിലപ്പോൾ അടപ്രഥമൻ തന്നെ ആയിരിക്കും. ഞങ്ങൾ ഊഹം ശരിയായല്ലോ ഏകദേശം. പിന്നെ രാവിലത്തെ ഞാൻ അവരോട് പറഞ്ഞു ചിലപ്പോൾ നമുക്ക് പഴമൊക്കെ വെച്ചിട്ടായിരിക്കും അതിൽ ചെയ്യാന്ന് മൂന്നാളോട്. പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നു അപ്പൊ കാര്യങ്ങളൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഓണല്ലേ, അപ്പൊ പ്രഥമനും പഴവും. ഓക്കെ, അപ്പം ഇത് എന്താണ് ആ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോണെന്നാണ് നമുക്ക് അറിയേണ്ടത്. 6 പേര് ഉണ്ടാക്കാൻ പോകും. 6 പേരിലും ഇത് ഇപ്പൊ ഇത്ത പറഞ്ഞ പോലെ തന്നെ സ്വാദ്, വേവ്, മധുരം. ഒരു കാര്യം കൂടെ പറഞ്ഞു, കിക്ക് എന്ന് പറഞ്ഞു. തിക്കും അതാ ഏറ്റവും പ്രധാനം. പായസത്തിന് അതിൻ്റെതായ കൊഴുപ്പ് കട്ടി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പിന്നെ 6 പേരും ഇവിടെ വരെ എത്തിയത് ഭാഗ്യം. അതിൽ ഒരാള് അത് ആർക്ക് കിട്ടിയാലും സന്തോഷം. നമ്മള് മുന്തിരി അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചത് കൂടി അതിൽ നമ്മൾ പായസം അടപ്രഥമൻ തയ്യാറായി. പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. സന്തോഷം. ഇന്നൊരു അടപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കതിൻ്റെ പണിപ്പുരയിലേക്ക് കിടക്കാം. നമുക്ക് ശർക്കര ഒന്ന് ചീകി വെച്ച് നോക്കട്ടെ. നമുക്കിനി അട ഒന്ന് വേവിച്ചെടുക്കാം. അടത്തിൽ കിടന്നൊന്ന് വേവട്ടെ. വെള്ളത്തിൽ കുതിർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. നമുക്ക് ഈ ശർക്കരപ്പാനി ഈ ഇതിലേക്ക് ഒഴിച്ച്
അങ്ങനെ 4 മണി പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫൈനലിലെത്തിയ ആളാണ് സീമ. സീമ ഇതിന് പേരെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇവിടെ അടപ്രഥമൻ അതെ, അതെ. ഞങ്ങൾ അവിടേക്കൊന്നും അങ്ങനെ ഈ അടപ്രഥമ കിട്ടില്ല. അപൂർവമായിട്ടാണ് അങ്ങനെ തൃശ്ശൂർ വെക്കില്ല. സൈഡിലാണ്. തൃശ്ശൂർ അട നല്ല അടയാണ്. അതെ, അതെ. നല്ല അടയാണ്, നല്ല അടയാണ്. നിങ്ങളുടെ സൈഡിലൊക്കെ പാലട അല്ലേ? ആ, അത് പാലടയാണ്. ചെറിയ ആ, പാലടയാണ്. പക്ഷെ ഇത് പെട്ടെന്ന് വെന്തു, എല്ലാ കാര്യങ്ങളും കിട്ടി. എല്ലാ Okay. കാര്യങ്ങളും. അപ്പൊ ഇതില് പെട്ടെന്ന് സ്ട്രക്ചറും ശരിക്കും ആയി, okay. പക്ഷെ എന്നാലും പിന്നെ അടപ്രഥമൻ എന്ന് പറയുമ്പോൾ ഈസി അല്ല ശരിക്കും. അല്ല, അതിന്റെ ആ കൺസിസ്റ്റൻസി എല്ലാം correct ആയിട്ട് കറക്റ്റ് ആയിട്ടില്ലെങ്കിലും മറ്റുള്ള പായസം ഉണ്ടാക്കുന്ന പോലെയല്ല. പോലെയല്ല. പാലട ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് എളുപ്പമാണ്. ആ, അതെ. ഇതിന് കുറച്ച് പ്രയാസമാണ്. നെയ്യ് അധികം കൂടാനും പാടില്ല, എന്ന് തീരെ അല്ലാതിരിക്കാനും പാടില്ല. മധുരം അതുപോലെ അതെ, കൺസിസ്റ്റൻസി. അതെ. മറ്റേ പാൽപ്പായസത്തിലാവുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇതിലത് പറ്റില്ല. നമ്മൾ ഈസി എന്ന് വിചാരിച്ചാൽ അത് കാര്യം നടക്കില്ല. അപ്പൊ എന്തായാലും ഇത് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ശ്രദ്ധിച്ചാണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഇത് 6 പേരെയും കൂടെ നോക്കിയിട്ട് ഫൈനൽ ആര് ഡിസേർവ് ചെയ്യുന്നു അവർക്ക് പായസം ready ആവും. എന്നാലും ഇതുവരെ എത്തി. അത് തന്നെ വലിയൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓണത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടപ്രഥമൻ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഞാനൊരു നുള്ളി ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്കൊരു ഈ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ ഷീജ ചന്ദൻ, കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കിറ്റ് തന്നിട്ടുണ്ട്. അതിലെന്താണെന്ന് അറിയില്ല. പായസം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് ശർക്കര ഒഴിക്കാനായിട്ട് വെക്കാം. ശർക്കര ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇത് മാറ്റി വെക്കാം. തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ച അട തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. തണുത്ത വെള്ളത്തിൽ കഴുകിയ അട ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തിൽ വെക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് 1-ാം പാൽ തയ്യാറാക്കി വെക്കാം. പാൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പശുവിന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം വേവട്ടെ. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയിൽ കിടന്ന് അട വേവട്ടെ. പായസമായിക്കൊണ്ടിരിക്കുന്നത് ഫൈനൽസ് പുരോഗമിക്കുന്നു. അടപ്രഥമൻ. അടപ്രഥമൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റാണ് തരുന്നതെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല. ഇല്ല അല്ലേ? അടപ്രഥമൻ എല്ലാവരും ഉണ്ടാക്കണമല്ലേ? അതെ അതെ. അവർ ഓൾറെഡി മൈൻഡിൽ ഓരോ ഐറ്റം സെറ്റ് ചെയ്ത് വരുമ്പോ പെട്ടെന്ന് വളരെ ഒരു നോർമൽ സാധനം കൊടുക്കുമ്പോ എന്തായിരിക്കും അല്ലേ? ഞെട്ടിപ്പോവും. അതാണ് പ്രശ്നം. Too simple. സിമ്പിൾ ആണെങ്കിൽ അതിനൊരു ഒരു സയൻസ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. എന്തായിരിക്കും അത് തരുന്ന ഫൈനലിൽ എന്ന് വിചാരിച്ചു? ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഫൈനൽ എത്തുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ പായസത്തിന്റെ എക്സ്പെക്ടേഷൻ. അയ്യോ, എന്നാൽ ഇതിന്റെ ഒരു സിഗ്നേച്ചർ ടച്ച് എന്തായിരിക്കും? എന്തായിരിക്കും ഒരു പ്ലസ് തോന്നുന്നത്? ചെയ്തു വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തായിരിക്കാം ഇതിൽ നമ്മൾ അത് തന്നെയാണ് നോക്കുന്നത്. ഏറ്റവും ഡിഫറെന്റ്, ഏറ്റവും കൈയെടുക്കാതെ അടയൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു പോകും. അതിലേക്ക് നമ്മൾ മാറ്റിവെച്ച 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. പായസം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വരിയിടാം. അപ്പം നമ്മൾ പായസം തയ്യാറായിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഞാൻ ശ്രീജ, കണ്ണൂർ ആറാങ്കോട്ടത്തു നിന്നാണ് വരുന്നത്. പായസറാണി മത്സരത്തിൽ ഫൈനലിലെത്തിയിട്ടുണ്ട്. അട വേവാനായി വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളച്ച വെള്ളത്തിൽ അടയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കാം. കോക്കനട്ട് പൗഡറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും വെള്ളത്തിൽ കലക്കിയെടുക്കാം. തിളച്ച വെള്ളത്തിലിട്ട അട ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർക്കാം. ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം.
ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒന്നാം പാൽ ഉണ്ടാക്കി വെക്കാം. ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ചേർത്ത് വെക്കാം. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അട നന്നായി അതിൽ വരട്ടിയെടുക്കണം. ഇവിടെ അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങേൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. യെസ്, അടുത്ത ആള് വളരെ തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓണമാണ്. അതുകൊണ്ട് തന്നെ അടപ്രഥമനൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ഓണം. കറക്റ്റ് ഫൈനൽ റൗണ്ട് തന്നെ കൊടുത്തു. പക്ഷെ അത് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല എന്ത് പ്രതീക്ഷിച്ചു? ഇല്ല, ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ എന്തെങ്കിലും പായസം അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ അത് സിമ്പിൾ എന്നല്ല അങ്ങനെയല്ല. എന്തായാലും ഇപ്പൊ നന്നായിട്ട് ചെയ്യുക. കാര്യം എല്ലാവരും ഒരേ കാര്യമാണ് ചെയ്യണത്, അതുകൊണ്ട് വളരെ ട്രിക്കിയാണ്. അടപ്രഥമൻ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കിസ്മിസും കാഷ്യൂ ഒന്ന് ഫ്രൈ ചെയ്തിടണം. ഉപയോഗിച്ച് കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ ഫ്രൈ ആയിട്ടുണ്ട്, അത് കോരി മാറ്റാം. കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കാം. പായസത്തിലേക്ക് അല്പം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ കാഷ്യൂ കിസ്മിസും ചേർത്ത്. പായസമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനുണ്ടാക്കിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ജഡ്ജ്മെൻറ്റിനായി കൊണ്ടുപോകാം. ഞാൻ ജാനകി പവിത്രൻ, കോഴിക്കോട് കോട്ടൂളിയിൽ നിന്ന് വരുന്നു. പായസത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ശർക്കര, അട, നെയ്യ്, ചവ്വരി, കോക്കനട്ട് മിൽക്ക്, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അട ഒന്ന് തിളച്ച വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഇതിലേക്ക് ഇടാൻ പോവണേ. തേങ്ങാ പൗഡർ വെള്ളത്തിൽ കലക്കി വയ്ക്കുന്നുണ്ട്. പായസത്തിന് അട അടുപ്പത്ത് വയ്ക്കുകയാണ്. പായസത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. അട നന്നായിട്ട് ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വെന്ത് ചേർന്നതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഏലക്കാപ്പൊടി. അപ്പം വീണ്ടും ഒരു അടപ്രഥമൻ സാധാരണ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ. ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇങ്ങനൊരു മത്സരത്തിൻ്റെ ഫിനാലയിൽ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ ഇത് ഫൈനൽസിൽ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു ഫ്ലോറിൽ വന്ന് നിന്നിട്ട് മാമിൻ്റെ കൂടെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അയച്ചത്. അപ്പോൾ നിങ്ങളെ രണ്ടുപേര് കൂട്ടത്തിൽ നിന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് സന്തോഷം അല്ലേ? പിന്നെ സിമ്പിൾ പായസമല്ല പ്രതീക്ഷിക്കൽ, എപ്പോഴും വെറൈറ്റികൾ കൊണ്ടുവരാനാണ്. അപ്പോൾ പിന്നെ ഇത് സിമ്പിളായതിനെ കൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും തോന്നിയില്ല. അവിലും പഴം തന്നപ്പോഴും വളരെ സിമ്പിൾ, കുഴപ്പമില്ലാന്ന് തോന്നി. ഓക്കെ, ഫൈനൽസ് ആണ് ഇപ്പോൾ ഏറ്റവും സിമ്പിൾ. ഷമി ആൻഡ് ഫൈനൽ. എന്തായിരിക്കും സിഗ്നേച്ചർ, എന്തായിരിക്കും ഡിഫറെന്റ് ആയിട്ട് എല്ലാവരും കാട്ടിലും എന്തായിരിക്കും തോന്നുന്നത്? ഒരു വൗ ഫാക്ടർ. നെയ്യ് ഒഴിച്ചിട്ട് ശർക്കര, എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ വേറിട്ട് നിൽക്കാൻ എന്താ, ഞങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവോ? ഇല്ല, വേറെ ഒന്നും ചേർത്തില്ല. ഞങ്ങൾ എല്ലാരും ഇംപ്രസ്ഡ് ആയി. അല്ല, വേറെ നമ്മൾ തന്ന കാര്യങ്ങളല്ലേ ചേർക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചേർക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ തന്നെ ഈ നമ്മളിപ്പോ മത്സരിക്കുന്ന ഈ നിങ്ങൾ 6 പേരും കൂടെ മത്സരിക്കുന്നത് സ്വാദിന്റെ കാര്യത്തിലാണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അടപ്രഥമൻ ഉണ്ടാക്കുന്ന ആളിനാണ് ഞങ്ങൾ തേടുന്നത്. അപ്പൊ അതിൽ അതെ, പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതായിരിക്കുമല്ലോ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ, ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കും. ഓക്കെ, നോക്കാം. ഓക്കെ, ഏലക്കപ്പൊടി ഇട്ട് പായസം തയ്യാറായി. ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറുത്ത് കോരാം. നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി പായസത്തിലേക്ക് ചേർത്തിയിട്ടുണ്ട്. പായസം തയ്യാറായി കഴിഞ്ഞു. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ജഡ്ജസ് വന്ന് സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജഡ്ജസ് വന്ന് ടേസ്റ്റ് നോക്കും.
വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ മധുരം പായസറാണി. അങ്ങനെ ചേച്ചി നമ്മുടെ ഫൈനൽസ് ഫൈനൽസ് കഴിഞ്ഞു, അതായത് ഓൾ സെറ്റ് ടു ഗോ. എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കി റെഡിയായി നിൽക്കുന്നു. നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ടേസ്റ്റിംഗ് റൗണ്ട്. പ്ലീസ് ആദ്യം വിളിച്ചോണം. എവിടെ നിന്ന് വിളിക്കണം? ഈ സൈഡിൽ നിന്ന് വിളിക്കണോ, ആ സൈഡിൽ നിന്ന് വിളിക്കണോ? ഇവിടെ നിന്ന് വിളിക്കാം. ഓക്കെ. നസീമ അലി. കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാനില്ല, നമ്മളെല്ലാം കണ്ടു, ഇതെല്ലാം നോക്കി. ഇനി ടേസ്റ്റിലേക്ക് മാത്രം പോകണു. ഓക്കെ, ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ. ഓക്കെ, റെഡ് കളർ വന്നിട്ടില്ല. എന്താ കാര്യം? റെഡ് കളറ് പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. ശർക്കര സെയിം അല്ലേ? ഓ, ഓക്കെ, എല്ലാവരുടെയും നല്ല മധുരം കറക്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, പക്ഷേ ടെക്സ്ചർ കുറച്ചൊരു കൊഴുപ്പുണ്ടല്ലോ. അത് കാരണം അത് കാരണമൊന്നുമല്ല പറയുന്നത്. ആ കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഈ അട കുഴുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടുണ്ടോ? വാഷ് ചെയ്തോ? ഒന്ന് വാഷ് ചെയ്തു. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം വാഷ് ചെയ്തു. പിന്നെ കുറേ പൈപ്പ് തിരിച്ച് കഴുകണ പോലെ പറ്റിയില്ല. പറ്റില്ലല്ലോ. പിന്നെന്താ വേറെ? നല്ല കൊഴുപ്പുണ്ട്, തിക്നെസ്. പിന്നെ ആ അടക്ക് ഒരു കഴുകുമ്പോൾ തന്നെ പിന്നെ ഒന്ന് ചുടുവെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ നല്ല കൊഴുപ്പ് വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ അട ഒരു വ്യത്യാസം. എല്ലാവരും പിന്നെ സെയിം കുറച്ചായിട്ട് നമുക്ക് കൂടുതൽ പായസം. അതെ അതെ, മനസ്സിലായി. എന്തായാലും എല്ലാവരും സെയിം ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് അടയും ശർക്കരയും സെയിം ആയി നമുക്ക് എല്ലാവരുടെയും നോക്കാം. ഓക്കെ, എന്തായാലും നല്ല സ്വാദുണ്ട്. ഓക്കെ, പാകത്തിന് വെന്തിട്ടൊക്കെ ഉണ്ട്. താങ്ക് യു. താങ്ക് യു. അടുത്ത രജനി സുജിത്. അപ്പോൾ ഇവിടെ നോക്കട്ടെ. ഇതിനും ഒരു കൊഴുപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ടോട്ടലി എല്ലാവരുടെ പായസവും കൊഴുപ്പുണ്ടാകാം. നോക്കാം. ഓക്കെ, നൈസ്, കൊള്ളാം കേട്ടോ. കുറച്ച് ട്രിക്കി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ? സാധാരണ പോലെയല്ല. ഓക്കെ, എല്ലാവർക്കും ആ ഒരു ടെക്സ്ചർ നല്ല ഒരു കൊഴുപ്പുണ്ട്. 2-3 പ്രാവശ്യം വാഷ് ചെയ്തതാണ്. എന്നിട്ടും ഉണ്ട്. ഓക്കെ, ശരിക്കും അതിൽ മൈദ കലർന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്, അരി മാത്രമല്ല. അതാണ് അവിടെ സ്വല്പം സ്റ്റിക്ക് ചെയ്ത് ആ കൊഴുപ്പ്, ആ വെള്ളത്തിന് നല്ല കൊഴുപ്പ് വരുന്നു. കഞ്ഞിവെള്ളം മാതിരിയുള്ള മൈദ കോൺഫ്ലവറിന്റെ ഒരു ടെക്സ്ചർ. അട കുറച്ചുകൂടെ എന്നിട്ടാണ് ഒരു പൊടിക്കൊണ്ട് വേഗമായിരുന്നു. വേഗിൻ്റെ കാര്യത്തിൽ മധുരമൊക്കെ കറക്റ്റാണ്, എല്ലാം നല്ല നൈസ്, കൊള്ളാം കേട്ടോ. അടുത്ത ഷീജ ചന്ദ്രൻ. കൂടുതലൊന്നും പറയാനും ചോദിക്കാനും ഇല്ല. അത് അടപ്രഥമൻ എങ്ങനെ സെറ്റ് നോക്കട്ടെ. ബാക്കിയെല്ലാം ഓക്കെയാണ്. മധുരം, കൺസിസ്റ്റൻസി, കൊഴുപ്പുണ്ടെങ്കിലും ഓക്കെയാണ്. വേവില്ല, വേവ് കുറവാണ്. അട ഹാർഡ്, കുറച്ച് കുറച്ച് നേരം കൂടെ വേവിക്കണമായിരുന്നു. ബാക്കിയെല്ലാം നല്ലത്. ശ്രീജ കെ. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കോൺഫിഡൻറ്റ്.
സ്വാദൊക്കെ ഉണ്ട്, നല്ല സ്വാദുണ്ട്. ഇവിടെയും ഒരു പൊടിക്ക് വേവ് ആവാം. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. മധുരം കറക്റ്റാണ്. എല്ലാം കറക്റ്റ്, കൺസിസ്റ്റൻസി, എവറിത്തിങ് ഇസ് ഗുഡ്. നമ്മുടെ ഫൈനൽസിലെ ലാസ്റ്റ് യെസ്, ജാനകി പവിത്ര. ടേസ്റ്റി അല്ലേ? ടേസ്റ്റ് നോക്കിയിട്ടാണോ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് അല്ലേ? ഇപ്പോൾ സ്വയം ഒരു അവലോ ഇല്ല, നോക്കിയില്ല അവിടെ. ഇവിടെ നോക്കിയോ? നോക്കിയോ? പായസം ഇസ് എക്സലൻറ്റ്, പക്ഷേ അടയ്ക്കൊരു വേവ് കുറവുണ്ട് ഇതിന്. നിങ്ങൾ 3 പേരും ഒരേ അളവിനാണ് വേവിച്ചത് ഓൾമോസ്റ്റ്. ഒന്നിച്ചിട്ട് വേവിച്ച മാതിരിയുണ്ട്. ഒരേ ഒരു ഹാർഡ്, അതേ ഒരു വേഗമാണ് കിട്ടിയിരിക്കുന്നത്, ഈക്വലായിട്ട്. നൈസ്, ബട്ട് അടിപൊളി. ഓക്കെ, താങ്ക് യു. അടപ്രഥമൻ്റെ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞു, ഞങ്ങളെല്ലാം സ്വാദ് നോക്കിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ഇപ്പോഴല്ല, ഞങ്ങളതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു ഗ്രാൻഡ് ഫിനാലെ ഫംഗ്ഷൻ ഉണ്ട്, ഒരു വാലിഡേറ്ററി ഫംഗ്ഷൻ പോലെ പ്രൈസ് ഗിവിങ് എല്ലാം ആയിട്ട് കുറച്ച് ഗസ്റ്റുകളും വരുന്നുണ്ടാകും. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസും ഇവിടെയുണ്ട്. അതായത് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന 36 പേരും ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ തന്നെ പ്രസൻറ്റാണ്. അപ്പോൾ എല്ലാവർക്കും സമ്മാനമുള്ള ഒരു മത്സരം കൂടിയാണിത്. അപ്പോൾ 1, 2, 3 സമ്മാനങ്ങൾ മാത്രമല്ല, 4, 5, 6, 36 വരെയുള്ളവർക്ക് സമ്മാനങ്ങൾ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് കട്ട് അങ്ങോട്ടാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ പബ്ലിക് ഫംഗ്ഷന് കാണാം. ഓക്കെ, Eastern Madhuram Paisarani, powered by the Muthoot Finance, Ramraj Dhotis Shirts and Vests, in association with Swayamara Silks, the Indira Diaries, ID Milk, and the Handtex Irapiriyatha Atmabandham. അപ്പോൾ ഈ ഇഴപിരിയാത്ത ആത്മബന്ധങ്ങളുമായി ഓണത്തിന് ഒരുപാട് പായസമൊക്കെ ഉണ്ടാക്കി നമുക്ക് ആഘോഷമാക്കാം. ആൻഡ് ഇന്നത്തെ ഈ 6 പേരിൽ നിന്ന് ഫൈനലായിട്ട് ആരാണ് വിന്നർ ആവുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. സോ അത് അറിയാനായിട്ട്, അത് നമുക്ക് അനൗൺസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈസ്റ്റേൺ മധുരം പായസറാണിയുടെ ദ സ്റ്റാർസ്, നമ്മളുടെ ഡിയർ ജഡ്ജസിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിത്ത് അബ്സല്യൂട്ട് ലവ്, അബ്സല്യൂട്ട് അഡ്മിറേഷൻ, ലെറ്റ് us വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് ദ culinary expert, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാചകറാണി, the one and only ലക്ഷ്മി ചേച്ചി. യെസ്, അതിസുന്ദരിയായി അതിമനോഹരമായി വീണ്ടും നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് പായസ കൂട്ടുകളുമായിട്ട് കഴിഞ്ഞ 10 ദിവസമായിട്ട് ചേച്ചി നിറഞ്ഞു നിൽക്കുകയായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പായസങ്ങൾ ഉണ്ടായിരുന്നു. ശംഖുപുഷ്പം വരെ അല്ലെങ്കിൽ മഷ്റൂം ഒക്കെ വെച്ചിട്ടുള്ള പായസങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഓപ്പോസിറ്റ് എക്സലൻറ്റ്, വളരെ വ്യത്യസ്തമായ പലതരം പായസങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ, അതായത് ഓൾമോസ്റ്റ് 10 days ഓഫ് എപ്പിസോഡ്സിന് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തു. അതെല്ലാം സ്വാദ് നോക്കി, ഭയങ്കര വെറൈറ്റീസ് ആയിരുന്നു, ഇന്നോവേഷൻസ്. വെരി നൈസ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാം സർപ്രൈസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഓൾ ദ പായസം, അത് എസ്പെഷ്യലി ദ ഫസ്റ്റ് റൗണ്ട് അവരുടെ തന്നെ സ്വന്തം റെസിപ്പീസുമാണ് അവർ കൊണ്ടുവന്നത്. അതെല്ലാം ഓരോന്നും വ്യത്യസ്തമായിരുന്നു. അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ ചേച്ചി, നമുക്ക് കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരാളുണ്ട്. ഈ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് ചേച്ചിയുടെ കൂടെ കട്ടയ്ക്ക് ഓരോ പായസവും ട്രൈ ചെയ്യാൻ നിന്നിരുന്ന ആ ഒരു ലൈക്ക് ദ ഫുഡ് ലവർ ഐ മസ്റ്റ് സേ. ആൻഡ് അതിൽ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 90s കിഡ്സിൻ്റെയൊക്കെ ഒരു ഡ്രീം പേഴ്സൺ ആയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ ലെറ്റ് us welcome on to the stage the darling actor Krishna. Yes. Hello. And I must say you are looking absolutely handsome, dashing. Thank you. പക്ഷേ 90s കിഡ്സ് പറയണ്ടായിരുന്നു. അത് ഞാൻ ഇന്നും കൂടെ മണിമുത്തം തേടി പാട്ട് ഒരു 4 നമ്മളെ കണ്ടിട്ട് വന്നതാണ്. സോ യെസ്, നമുക്ക് ഭയങ്കര യു ആർ ലൈക്ക് ക്രഷ്. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഓൾറൈറ്റ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 10 ദിവസം പായസം ഒക്കെ ആയിട്ട്? 10 ദിവസം പായസം വളരെ ചാലഞ്ചിങ് ആയിരുന്നു. ഓക്കെ, കാരണം ഓരോന്നും നോക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമായ ഒരു ടേസ്റ്റുകൾ, രക്ഷയില്ലാത്ത ടേസ്റ്റ്, ഒരു രക്ഷയില്ലായിരുന്നു. കോളിഫ്ലവർ, മഷ്റൂം, ക്യാരറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, സ്വീറ്റ് പൊട്ടേറ്റോ, ചക്കക്കുരു, അലോവേര, so many things.
നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒറ്റ വാക്ക് പറയാനാണെങ്കിൽ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. Alright. And like you must be in a very difficult position now, I guess. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഫൈനൽ വിന്നർ നമ്മുടെ ഈസ്റ്റേൺ മധുരം പായസ റാണി ആരാണ് എന്നറിയാനായിട്ടുള്ള കൗതുകത്തിലാണ്. നമുക്കപ്പോൾ ആ ഒരു മൊമെന്റിലേക്ക് കടക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നമ്മുടെ കൈരളിയുടെ സ്വന്തം, കൈരളിയുടെ ശക്തി, കൈരളിയുടെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് പില്ലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അവർ വെരി ഡിയർ ജനറൽ മാനേജർ മിസ്റ്റർ ബി സുനിലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Absolute love, absolute admiration and absolute respect. So kindly join with us. Happy Onam. ഹാപ്പി ഓണം. ആൻഡ് യെസ്, നമ്മുടെ ഈസ്റ്റേൺ മധുരം പായസ റാണിയുടെ ഫൈനൽ 3 വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് വൗച്ചർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ഓൺ ടു ദിസ് സ്റ്റേജ് ദി റീജിയണൽ മാനേജർ, ദി മച്ച് റെസ്പെക്ടഡ് റീജിയണൽ മാനേജർ ഫോർ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്, ശ്രീ വിനു വി, ഓൺ ടു ദിസ് സ്റ്റേജ്. ഹലോ സർ, വെൽക്കം യു ഓൺ ടു ഈസ്റ്റേൺ മധുരം പായസ റാണി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ അപ്പോൾ നമുക്ക് നമ്മളുടെ ഫൈനൽ ഈസ്റ്റേൺ മധുരം പായസ റാണിയായി ക്രൗൺ ചെയ്യപ്പെടാൻ പോകുന്നത് ആരാണ് എന്നറിയുന്ന നല്ല ആഗ്രഹത്തിലാണ് ഞാനും. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും. സോ എന്തായാലും നമുക്ക് 6 പേര് ആദ്യം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യല്ലേ. സോ യെസ്, ഒന്നും കൂടെ പായസത്തിന്റെ അത്രയും മധുരതരമായിട്ടുള്ള ആ 6 പായസ പ്രേമികളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം all 6 of you onto the stage, the final grand finale stage of ഈസ്റ്റേൺ മധുരം പായസ റാണി. അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ 6 ഫൈനലിസ്റ്റുകളും നമുക്കിപ്പോൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അടപ്രഥമനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സന്തോഷത്തിലാണ്. സോ നമുക്ക് ആദ്യം ആ 3ാമത്തെ സമ്മാനം അല്ലെ, നമ്മുടെ 3rd പ്രൈസ് വിന്നർ അഥവാ ദ സെക്കൻഡ് റണ്ണർ അപ്പ് ആരാണ് എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്താലോ. സോ യെസ്, പ്ലീസ് ഡു. അപ്പോൾ 3ാമത്തെ റണ്ണർ അപ്പ് ഇസ് സോ റെഡി. 3rd prize goes to Seema Rajendran. സീമ രാജേന്ദ്രൻ ചേച്ചിയാണ് നമ്മുടെ പായസം മധുര റാണിയുടെ സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഗിഫ്റ്റിംഗ് സെറമണിയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ആ ഒരു സന്തോഷം ഇതുവരെ എത്താൻ സാധിച്ചതിൽ എല്ലാവരും നല്ലപോലെ ചെയ്തവർ തന്നെയാണ് 36 പേരും. പക്ഷേ ഈ 6 പേരിൽ വന്നു, ഞങ്ങൾക്ക് 6 ദിവസം ഞങ്ങളുടേതായിരുന്നു, അതുകൊണ്ട് മാത്രം ഞങ്ങൾ എത്തി എന്ന് കരുതി എല്ലാവരും നല്ലതുപോലെ ചെയ്യുന്നവർ തന്നെയാണ്. എല്ലാവർക്കും സന്തോഷം തന്നെയാണ്, എനിക്കും സന്തോഷം. ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ ആ ഒരു ഗിഫ്റ്റിംഗ് സെറമണിയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം ഈസ്റ്റേൺ മധുരം പായസ റാണിയുടെ ആ സെക്കൻഡ് റണ്ണറപ്പിനെ നമുക്കൊരു സാഷേക്ക് ഇട്ട് നമുക്ക് ലെറ്റ് us honor and let us celebrate this moment. So let us do that. അതിന് വേണ്ടിയിട്ട് ലക്ഷ്മി ചേച്ചിയെ നമ്മൾ ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. Let's please do that honor. So yes, ഈസ്റ്റേൺ മധുരം പായസ റാണിയുടെ സെക്കൻഡ് റണ്ണറപ്പ് ആണ് നമ്മുടെ സീമ രാജേന്ദ്രൻ ചേച്ചി. And also നമുക്ക് ഈ ഒരു മൊമെന്റിന്റെ ഈ ഒരു ട്രോഫി കൂടെ കൊടുക്കാനായിട്ട് we are requesting Mr. Krishna. And also സുനിൽ സാറിനോട് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് ഇതും കൂടാതെ നമ്മളുടെ സെക്കൻഡ് റണ്ണറപ്പിനുള്ളത് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് നൽകുന്ന 10,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ്. ആ ഗിഫ്റ്റ് വൗച്ചർ നമ്മുടെ സെക്കൻഡ് റണ്ണറപ്പിന് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ദ റീജിയണൽ മാനേജർ ഫോർ ദ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് മിസ്റ്റർ വിനു വി, സർ കൈൻഡ്ലി ഡു ദാറ്റ്. പക്ഷേ ഇത് മാത്രമല്ല സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയുണ്ട്. വി ആർ ഓൾസോ പ്രൊവൈഡിങ് യു എ ഈസ്റ്റേൺ കിറ്റ്. ആൻഡ് സുനിൽ സാറിനോട് ആ ഒരു സമ്മാനം കൂടെ നൽകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതുകൂടാതെ ലക്ഷ്മി ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ സമ്മാനം കൂടെ ഉണ്ട്. കേരള ഹാൻഡ്ലൂംസ് ബാലരാമപുരത്തിന്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സാരിയും അതുപോലെ തന്നെ യൂട്ടൻസിൽസിന്റെ ഒരു നോൺ സ്റ്റിക് യൂട്ടൻസിലിന്റെ ഡൈ കാസ്റ്റഡ് നോൺ സ്റ്റിക് ഉരുളി. ഓക്കെ, അപ്പൊ ഈ ഉരുളിയിൽ ഒരുപാട് പായസം ഉണ്ടാക്കാം. കേരള ഹാൻഡ്ലൂംസ് ബാലരാമപുരം. Thank you so much. So that was our second runner-up, Miss Seema Rajendran. പക്ഷേ നമുക്കിനി ഫസ്റ്റ് റണ്ണർ-അപ്പ് ആരാണെന്ന് അറിയണം, ഫസ്റ്റ് പ്രൈസ് ആർക്കാണെന്ന് അറിയണം. സോ ഞാൻ ഫസ്റ്റ് റണ്ണർ-അപ്പ് ഞാൻ പറയാം. പ്ലീസ്. ഓക്കേ, ആരായിരിക്കും? ഓക്കേ, ഫസ്റ്റ് റണ്ണർ-അപ്പ് is നസീമ അലി. നമ്മളുടെ ഈസ്റ്റേൺ മധുരം
പായസ റാണിയുടെ ഒരു ഹ്യൂമർ സെൻസ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ആണ്, ഒരു ചിരിക്കൊടുക്ക അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ എനർജി. യെസ്, വി മസ്റ്റ് സേ ദാറ്റ്. ടൈംലി ജോക്സ് ഒക്കെയാണ് ചേച്ചി പറയുന്നത്. കൺഗ്രാറ്റ്സ്. യെസ് ചേച്ചി, ഞാൻ ഈ വേദിയിൽ പങ്കെടുക്കാൻ കൈരളി ചാനലിൽ പായസറാണി മത്സരത്തിൽ വരണം. ഏറെ വരെ ലക്ഷ്മി ചേച്ചിന് ഞാൻ പറയാ ബഹുമാനത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ അവരെ കാണണം എന്നാണ് എൻ്റെ ഏറെ വലിയ സന്തോഷം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഞാൻ എൻ്റെതായ ഒരു റെസിപ്പിയാണ് ചെയ്തത്. ഫൈനലിൽ എത്തുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷമുണ്ട്. കൂടെ എൻ്റെ ഹസ്ബൻഡും കൂടി ഉണ്ടായതുകൊണ്ട് എനിക്ക് സമാധാനത്തിൽ ഈ 2-3 ദിവസം ഇവിടെ നിൽക്കാനും ഒക്കെ പറ്റി ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് വാക്കുകളില്ല പറയാൻ. അപ്പൊ നസീമ ചേച്ചി, വാക്കുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് നമുക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചാലോ? ഓക്കെ, ഏറ്റവും വലിയ സമ്മാനം ഈ വേദിയിൽ വന്ന് നിൽക്കുക എന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ നമുക്ക് വേറെ പലരും തന്നാല് ചിലതൊക്കെ ആകുമായിരിക്കും. പക്ഷെ ഈ വേദിയിൽ വന്ന് ഇവരൊക്കെ കൂടെ 2-3 ദിവസം സ്വന്തം ആങ്ങളെ പോലെ ഇവിടെയുള്ള എല്ലാവരും നല്ല സഹകരണമാണ് നമ്മളോട് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ സന്തോഷം അത് കുറച്ചുകൂടെ കൂട്ടാം. നമുക്ക് ലക്ഷ്മി ചേച്ചി ഇപ്പൊ തന്നെ നമുക്ക് അങ്ങ് സാഷേ ചെയ്ത് സാഷേക്ക് ഇട്ട് നമുക്ക് ഈ ഒരു മൊമെന്റ് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം. So can we please have ഒരു നല്ല കൈഡിയൊക്കെ ആവാം അല്ലേ? ഫസ്റ്റ് റണ്ണറപ്പിനുള്ള ഒരു ട്രോഫി നമ്മളിത് ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. And also ആ സർട്ടിഫിക്കറ്റും നമുക്ക് നൽകാം അല്ലേ സുനിൽ സർ? കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് അത്രയും സ്നേഹം ഉണ്ടെന്നൊക്കെ ചേച്ചി പറയാണ്. ആ സ്നേഹം ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് നമ്മുടെ പിറ്റാപ്പള്ളിയിലെ ഏജൻസീസ് നൽകുന്ന 15,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ അതുകൂടെ നമുക്ക് ഈ നിമിഷത്തിൽ നമുക്ക് നൽകാം. ആൻഡ് ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മുടെ ഏത് പിറ്റാപ്പള്ളിയിലെ ഏജൻസീസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് മാത്രമല്ല, ഇനിയും വരുന്നുണ്ട് 3 സമ്മാനങ്ങൾ. ഈ സ്റ്റേഡിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമുക്കിപ്പോ നമ്മളുടെ ഫസ്റ്റ് റണ്ണറപ്പിന് നൽകാം, നസീമ ചേച്ചിക്ക് നൽകാം. So can we please have it on the stage? അപ്പോൾ യുട്ടൻസലിന്റെ ഡൈ കാസ്റ്റഡ് നോൺ സ്റ്റിക് ഒരു ഉരുളിയാണ് 1 പ്രൈസ്. ആൻഡ് ദ അതർ വൺ ഈസ് ദി കേരള ഹാൻഡ്ലൂംസിന്റെ ഒരു മനോഹരമായ ഓണ സാരിയാണ്. ഓക്കെ, ഈ സാരിയും ഈ പാത്രവുമായി അടുത്ത റൗണ്ടിൽ അങ്ങനെ ഈസ്റ്ററിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ ഇത് നമ്മൾ ഈ നിമിഷത്തിൽ നൽകുകയാണ്. അപ്പൊ നസീമ ചേച്ചി ഒരു രക്ഷയില്ലാത്ത സന്തോഷത്തിലാണ്, ഒരു രക്ഷയില്ലാത്ത എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ ഇനി നമ്മൾ ആ റിയൽ മൊമെന്റിലേക്ക് കടക്കാൻ പോവാണ്. ഈസ്റ്റേൺ മധുരം പായസറാണിയുടെ ആ ഒരു സൂപ്പർ ക്രൗൺ, ആ ഒരു ഗ്ലോറിയസ് ക്രൗൺ ആർക്കാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. ലക്ഷ്മി ചേച്ചി, നമുക്ക് അനൗൺസ് ചെയ്യാം. സസ്പെൻസ്. യെസ്, പറയട്ടെ. യെസ്. First prize, that is the Paisarani crown, goes to Rajini Sujit. രജനി സുജിത്. So yes, നമ്മളുടെ ഈസ്റ്റേൺ മധുരം പായസറാണിയാണ് നമ്മളുടെ രജനി ചേച്ചിയാണ്. ചേച്ചി സംസാരിക്കോ? സന്തോഷത്തിന്റെ കണ്ണീര്. അയ്യോ, ഞാനിത് ആദ്യം കൊടുക്കാനായിട്ട് എനിക്ക് ഇവിടെ വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നിട്ട് കൊടുത്ത് കോഴിക്കോടുള്ളവരാണ് എനിക്ക് അയച്ചു തന്നത്. പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ കൂടെ വന്നവരും കണ്ണൂരിൽ നിന്ന് വന്നവരും നമ്മളും പറയാൻ വാക്കൊന്നുമില്ല. ചേട്ടൻ്റെ ഇതുകൊണ്ടാണ് എനിക്ക് എല്ലാത്തോടത്തും പോകാനുള്ള ഇത് ഉണ്ട്. എനിക്കിപ്പോൾ ഇത് 4ാമത്തെ പാചകറാണി പട്ടമാണ് കിട്ടുന്നത്. എന്താ പറയാനുള്ളത്? അവരോട് ഏറ്റവും ഇതെന്താണ് നമുക്ക് ഇങ്ങനെ ഒന്ന് തൊടാനും കാണാനൊക്കെ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത മൊമെന്റിലേക്ക് പോയാലോ ചേച്ചി? നമ്മളിപ്പോ കാത്തിരിക്കുന്ന ആ ഒരു മെയിൻ സംഭവം, നമ്മളുടെ ഇത്രയും ഈ 10 ദിവസങ്ങളായിട്ട്, ഇന്നും കൂടി ചേർന്ന് 10 ദിവസങ്ങളായിട്ട് നമ്മളുടെ ഈസ്റ്റേൺ മധുരം പായസറാണിയുടെ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റിലേക്ക് നമ്മൾ ഇതാ കടക്കാൻ പോവാണ്. ലെറ്റ് us celebrate this big victory
So can we kindly have all the sachet certificates and the trophy please? And the crown, the glorious, glorious crown. And here we have our Eastern Madhuram Paisarani, the title winner, Miss Rajani Chechi. Yes, Rajani Chechiയുടെ ആ ഒരു crowning മൊമെന്റിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. പായ്സറാണിക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് സാറിനെ സുനിൽ സാറിനെ ക്ഷണിക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ഈസ്റ്റേൺ മധുരം പായ്സറാണിക്ക് ഒരു 25,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് നൽകുന്നത്. താങ്ക് യു സോ മച്ച് മിനു സാർ. പക്ഷെ ഇത് കൂടാതെ ഇന്ദിര ഡയറിയുടെ ഒരു 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് കൂടെയുണ്ട്. സോ മേ ഐ ഹംബ്ലി റിക്വസ്റ്റ് സുനിൽ സർ ടു കൈൻഡ്ലി ഹാൻഡ് ഓവർ ദ 10,000 rupees ക്യാഷ് പ്രൈസ് ആസ് വെൽ. പക്ഷേ ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈസ്റ്റേണിന്റെയും അതുപോലെ തന്നെ കേരള ഹാൻഡ്ലൂം ബാലരാമപുരത്തിന്റെയും യൂട്ടൻസിൽസിന്റെയും ഒക്കെ തന്നെ സമ്മാനങ്ങൾ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മളുടെ വിന്നറിന് ലക്ഷ്മി ചേച്ചിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതാ സമ്മാനിക്കുകയാണ്. യൂട്ടൻസിലിന്റെ ഡൈകാസ്റ്റഡ് നോൺ സ്റ്റിക്ക് നല്ല ഭംഗിയായിട്ട് കുക്ക് ചെയ്യാം. കേരള ഹാൻഡ്ലൂം ബാലരാമപുരത്തിന്റെ ഓണം സാരി. അതെ, പിന്നെ കൂടാതെ ഈസ്റ്റേണിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയുണ്ട്. സുനിൽ സർ പ്ലീസ്. കൈ നിറയെ സമ്മാനങ്ങൾ അല്ലേ? ഏറ്റവും ബെസ്റ്റ് ഓണമായിരിക്കും അല്ലേ? അതുപോലെ ഇനിയും ഒരുപാട് ടൈറ്റിൽസ് വിൻ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് യു. സുയേസ്, നമ്മുടെ ഈസ്റ്റേൺ മധുരം പായസറാണിയും അതുപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റണ്ണറപ്പിനെയും നമുക്ക് കിട്ടി. പക്ഷേ അവരോടൊപ്പം തന്നെ ഒരു രക്ഷയില്ലാത്ത മത്സരം കാഴ്ചവെച്ച 3 പേരുണ്ട് അല്ലെ ഈ വേദിയിൽ. 36 പേരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റഡ് ആയി സെലക്ടഡ് ആയ നമ്മുടെ ഫൈനലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി 3 പേർ അവരെ കൂടെ നമുക്ക് ഈ ഒരു മൊമെന്റിൽ സെലിബ്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് അവർക്കും ഇതുപോലെ തന്നെ നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് നൽകുന്ന 5,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അതുകൂടാതെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. സോ ലെറ്റ് us celebrate the moment. ഓക്കേ, അപ്പൊ നമ്മളുടെ ഫൈനലിസ്റ്റില് ഫൈനൽ വരെ എത്തിച്ചേർന്ന നമ്മുടെ ശ്രീജ കെ ചേച്ചി, പ്ലീസ് ജോയിൻ വിത്ത് us. എന്നെ ലക്ഷ്മി ചേച്ചി ഒരു ട്രോഫി ഒക്കെ നൽകി ഒരു ഓണം കൂടുതൽ ഭംഗിയാക്കുകയാണ് നമ്മുടെ ഫൈനലിസ്റ്റിന്റെ. സുനിൽ സർ, പക്ഷെ ഇത് കൂടാതെ ചേച്ചി പിട്ടാപ്പിള്ളിയുടെ ഒരു 5,000 rupees ഗിഫ്റ്റ് വൗച്ചർ കൂടെ ഉണ്ട്. വിനു സർ പ്ലീസ്. പ്രൈസ് തീർന്നിട്ടില്ല. യൂട്ടൻസിലിന്റെ ഒരു നോൺ സ്റ്റിക് ഉരുളിയും അതുപോലെ തന്നെ ഒരു ഉഗ്രൻ സാരിയും വരുന്നുണ്ട് ഈ ഓണത്തിന് നമുക്ക് ആഘോഷമാക്കാൻ. കേരള സാരി ഫ്രം കേരള ഹാൻഡ്ലൂംസ് ബാലരാമപുരം ഈസ്റ്റേണിന്റെ ഒരു സമ്മാനം കൂടെയുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് മിസ് ശ്രീജ, താങ്ക് യു സോ മച്ച്. നമ്മളുടെ മറ്റൊരു ഫൈനൽസിനെ കൂടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മിസ് ജാനകി പവിത്രൻ. ആൻഡ് യെസ്, ജാനകി ചേച്ചിക്കല്ല ആ ഒരു സർട്ടിഫിക്കറ്റ് സുനിൽ സർ നൽകുന്നതായിരിക്കും. കൂടാതെ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന്റെ 5,000 rupees ഒരു ഗിഫ്റ്റ് വൗച്ചർ കൂടെയുണ്ട്. വിനു സർ പ്ലീസ്. തീർന്നിട്ടില്ല. നമുക്ക് ഈസ്റ്റേണിന്റെയും അതുപോലെ തന്നെ നമ്മുടെ യൂട്ടൻസിൽസിന്റെയും കേരള ഹാൻഡ്ലൂം ബാലരാമപുരത്തിന്റെയും ഒരു സമ്മാനം കൂടെയുണ്ട്. യൂട്ടൻസിൽ കേരള ഹാൻഡ്ലൂംസ് ബാലരാമപുരം. ഈസ്റ്റേൺ സാരി കൊടുത്ത് ഉരുളിയിൽ നല്ല പായസമൊക്കെ ഉണ്ടാക്കി ഈസ്റ്റേണൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മളുടെ ഫൈനലിസ്റ്റിനെ കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷീജ ചന്ദ്രൻ വളരെ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ചേച്ചി പ്ലീസ് കം ആൻഡ് നമ്മളുടെ ഈ ഒരു ട്രോഫി അക്സെപ്റ്റ് ചെയ്യണം. Talking of love from the Eastern Madhuram Paisarani, and also we have got a certificate. കൂടാതെ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന്റെ 5,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈസ്റ്റേണിന്റെയും അതുപോലെ കേരള ഹാൻഡ്ലൂം ബാലരാമപുരത്തിന്റെയും യൂട്ടൻസിൽസിന്റെയും കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കൂടിയുണ്ട്. ഈസ്റ്റേണിന്റെ ഈ ഒരു ഗിഫ്റ്റ് കൂടെ സ്വീകരിക്കാം ഫ്രം സുനിൽ സർ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ചിരി എന്നെന്നും ഹാപ്പി ആയിട്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ദാറ്റ്സ് അവർ പ്രയർ. യെസ്, താങ്ക് യു സോ മച്ച്.
ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ 6 പേരില് നമ്മളുടെ ഫൈനലിലായിട്ടല്ല നമ്മളുടെ ആ ഒരു ടൈറ്റിൽ വിന്നറിനെയും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റണ്ണർ അപ്പിനെയും കിട്ടി. അതുപോലെ തന്നെ കൂടി ഇവരുടെ കട്ടയ്ക്ക് മത്സരിച്ചിരുന്ന നമ്മളുടെ 3 പേരെയും നമ്മൾ ഈ ഒരു മൊമെന്റിൽ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ ഇവരോടൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ് നമ്മളുടെ അവസാനം വരെ എത്തിച്ചേർന്നിരുന്ന ഒരു 12 പേരുണ്ടായിരുന്നു, 12 സെമി ഫൈനലിസ്റ്റ്. സോ നമുക്ക് ഇനി ആ ഒരു മൊമെന്റിലേക്ക് കിടക്കാം. So yes, thank you so much for your participation. You can now take back. Thank you. So yes, you are watching the grand finale of the Eastern Madhuram Paisarani, powered by Muthoot Finance, the Ramraj Dhoti Shirts and Vests in association with Swayamvara Silks, ID Milk and Handtags, ഇടപിരിയാത്ത ആത്മബന്ധം. സോ യെസ്, അത്തരത്തിൽ വളരെയധികം ഒരു 10 ദിവസമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്ത ഒരു 12 പേര് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമ്മളുടെ ഈസ്റ്റേൺ മധുരം പായസറാണിയുടെ ദ വെരി 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 അമേസിംഗ് 12 സെമി ഫൈനലിസ്റ്റ്. അപ്പൊ നമുക്കൊരു കൈയ്യടി വേണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്? ഓക്കെ, അപ്പോൾ നമ്മളുടെ സെമി ഫൈനലിസ്റ്റുകൾക്ക് ഉള്ള ഒരു സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഈസ്റ്റേൺ മധുരം പായസറാണിയുടെ ഭാഗമായി എന്ന് എന്നും ഓർത്തു വെക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകുന്നുണ്ട്. അതുകൂടാതെ യൂടെൻസിലിന്റെ ഒരു നോൺ സ്റ്റിക് കടായി ആൻഡ് ഓഫ്കോഴ്സ് കേരള ഹാൻഡ്ലൂംസ് ബാലരാമപുരം നൽകുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള സാരിയാണ്. സോ ലെറ്റ് us welcome each one of you one by one, inviting onto the stage to receive the prizes Miss Adira Srikumar from Trivandrum. അടുത്തായിട്ട് നമ്മുടെ കേരളത്തിന്റെ കുറച്ചപ്പുറത്ത് നിന്ന് അങ്ങ് കന്യാകുമാരിയിൽ നിന്നും മിസ് ഫാത്തിമ ഷീബ. And from Malappuram, Miss Jamsia. തൃശൂർ ചാവക്കാട് നിന്നും മിസ് താഹിറ ഷാജിലി. കേരളയുടെ നെല്ലറ പാലക്കാട് നിന്നും മിസ് ഷീല സോമൻ. And from Malappuram we have got Miss Nasima KK. And from നമ്മുടെ സ്വന്തം കോഴിക്കോട് മിസ് ഫെബിന മൻസൂർ. കണ്ണൂർ തലശ്ശേരിയിൽ നിന്നും മിസ് താഹിറ സിദ്ദിഖ്. And Miss Jasmine P from Calicut. And നമ്മുടെ ആലപ്പുഴയിൽ നിന്നും ഇതാ വരുന്നു മിസ് സാഹ്റ അർഷാദ്. സാംസ്കാരിക നഗരമായ തൃശൂർ നിന്നും മിസ് ജെസി കബീർ. And from the capital city, Trivandrum, we have got Miss Shanita S. അങ്ങനെ ഇതോടുകൂടി നമ്മളുടെ 12 സെമി ഫൈനലിസ്റ്റുകളുടെ ആ ഒരു സന്തോഷം നമ്മൾ ഇവിടെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. So once again, congrats to each one of you. ഈസ്റ്റേൺ മധുരം പായസറാണിയുടെ നമ്മളുടെ ഒരു ഗ്രാൻഡ് ഫിനാലയിലാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളത്തു നിന്നും ഒരു 1000-ൽ പരം ആപ്ലിക്കേഷനുകളിൽ നിന്നാണ് നമ്മൾ 36 ആൾക്കാരെ 36 പാചക പ്രേമികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ ഇപ്പോ നമുക്കൊപ്പം ഉള്ളത് നമ്മളുടെ ബാക്കി സെലക്ടഡ് ആയിട്ടുള്ള 18 പേരാണ്, 18 കണ്ടസ്റ്റന്റ്സ് ഓഫ് ദ ഈസ്റ്റേൺ മധുരം പായസറാണി. സോ കൺഗ്രാറ്റ്സ്, ഈ ഒരു മൊമെന്റിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ ദാറ്റ് ഷോസ് ലൈക്ക് യു ഗൈസ് ആർ അമേസിംഗ്. സോ കൺഗ്രാറ്റ്സ് ടു ഈച്ച് വൺ ഓഫ് യു. അപ്പൊ നമ്മളുടെ ഈസ്റ്റേൺ മധുരം പായസറാണിയിലെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിന് ലഭിക്കുന്നത് ഒരു സൂപ്പർ സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു കോൺടെസ്റ്റിന്റെ ഭാഗമായിരുന്നു അവർ എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അതുകൂടാതെ കേരള ഹാൻഡ്ലൂംസ് ബാലരാമപുരത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ യൂടെൻസിൽ സ്പോൺസർ ചെയ്യുന്ന ഒരു നോൺ സ്റ്റിക് കടായും സമ്മാനമായി ലഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരായിട്ട് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വിത്ത് മിസ് ഐഷ നസീറ ഫ്രം കണ്ണൂർ, മിസ് ഷബ്രീന താലിബ് ഫ്രം കൊടുങ്ങല്ലൂർ തൃശൂർ, ആലപ്പുഴയിൽ നിന്ന് മിസ് ഷഹന സജു ആൻഡ് മിസ് സരിത സമ്പത്ത് ഫ്രം കാലിക്കറ്റ്, മലപ്പുറം കോട്ടയ്ക്കൽ നിന്ന് മിസ് സഹലെ, കേരളത്തിന്റെ അകത്ത് നിന്നല്ല കുറച്ചപ്പുറത്ത് നിന്ന് അതാ ബാംഗ്ലൂരിൽ നിന്ന് മിസ് മഞ്ജു പ്രവീൺ,
Miss Sheja Rani from Trivandrum. And Kozhikode നിന്നും ഈസ്റ്റേൺ മധുരം പായസറാണിയുടെ ഭാഗമാകുന്നു സ്മിത PK from Calicut. And yet again from Calicut, we have Miss Rupa Menon. Thrissur നിന്നും Miss Lakshmi Narayanan. And from Trivandrum, we have got Miss Manu Mani S. And requesting Miss Suma Jairam from Trivandrum. Miss Saifunisa K from Palakkad. Miss Hasna Sakir from Malappuram. അങ്ങനെ നമ്മുടെ ഈസ്റ്റേൺ മധുരം പായസറാണിയില് വന്നു ചേർന്ന നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളത്ത് നിന്നും ഓടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ ചേച്ചിമാരുടെയും സന്തോഷം നമ്മൾ ഈ ഒരു മൊമെന്റിൽ സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പായസമൊക്കെ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് മനസ്സിന് സന്തോഷം നൽകുക. സോ യെസ്, താങ്ക് യു ആൻഡ് യു മേ നൗ എക്സിറ്റ്. താങ്ക് യു. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ ഒരു മനോഹരമായ പായസറാണി കോൺടെസ്റ്റ് കൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഓണം ആഘോഷിച്ചു കഴിഞ്ഞു. പക്ഷേ മത്സരങ്ങൾ ഇവിടെ തീരുന്നില്ല. ഈ മത്സരം നിങ്ങളെല്ലാവരും തന്നെ ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കട്ടെ. അപ്പോൾ ഇനിയും കൂടുതൽ മത്സരങ്ങൾ, കാരണം കൈരളി ചാനൽ എന്ന് പറയുമ്പോൾ പാചകത്തിൻ്റെ കാര്യത്തിൽ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. പലതരം മത്സരങ്ങൾ തുടങ്ങി വെച്ചത് കൈരളി ചാനൽ തന്നെയാണ്, അതും പാചകത്തിൻ്റെ കാര്യത്തിൽ. അതിന് ഒരു എന്താ പറയേണ്ട, പല സ്റ്റേജസ് ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് മത്സരങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒരു പാചക മത്സരത്തിൽ, അതായത് പായസറാണി എന്നുള്ള ഈ ഒരു മത്സരത്തിന് എത്ര മത്സരാർത്ഥികളാണ് ആപ്ലിക്കേഷൻസ് അയച്ചത്. അതുപോലെ അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും കൂടുതൽ മത്സരങ്ങൾക്കായി പ്രതീക്ഷിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം ഇതിൻ്റെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഭാഗമായി മാറിയതിൽ. അങ്ങനെ ഈ ഒരു ഓണം ഇങ്ങനെ തന്നെ നമുക്ക് സന്തോഷത്തോടു കൂടി അവസാനിപ്പിക്കാം. ഹാപ്പി ഓണം. Gift sponsored by UTNSL, Slice, Stir and Serve, The Kerala Handlooms, Balaramapuram, Trivandrum, Dr. Lakshmi Nayar's Ornaments Courtesy, Abharanam by Anuradha Nayar, Ace Fort, Trivandrum, Dr. Lakshmi Nayar's Costume Courtesy, The Kerala Handlooms, Balaramapuram, Trivandrum.